ഹലോ സ്റ്റുഡൻസ്, സോഷ്യലിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള വേൾഡ് ഇൻ ദ 20th സെഞ്ച്വറിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹിസ്റ്റോറിക്കലി നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ഇൻസിഡൻസ് നടന്ന ഒരു നൂറ്റാണ്ടാണ് 20th സെഞ്ച്വറി. ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറൊക്കെ ഉണ്ടായത് ഈ ഒരു സെഞ്ച്വറിയിലാണ്. ലോകത്തിലെ കൂടുതൽ ആളുകൾ യുദ്ധത്തിൽ മരണപ്പെട്ട ഒരു നൂറ്റാണ്ട് കൂടിയാണ് 20th സെഞ്ച്വറി. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് വേൾഡ് വാർ എങ്ങനെ ഉണ്ടായി, അതിൻ്റെ കാരണം എന്താണ്, അതെങ്ങനെ അവസാനിച്ചു, അതുപോലെ തന്നെ സെക്കൻഡ് വേൾഡ് വാർ എങ്ങനെ ഉണ്ടായി, അതിൻ്റെ കാരണം എന്താണ്, അതെങ്ങനെ അവസാനിച്ചു എന്നൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൂടാണ്ട് വാറിന് ശേഷം സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ലോകരാജ്യ സംഘടനകളാണ് ഉണ്ടായത്, പിന്നെ പല രാജ്യങ്ങൾക്കും എങ്ങനെയാണ് ഫ്രീഡം കിട്ടിയത് എന്നൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ വേൾഡ് വാറിനെ കുറിച്ചൊക്കെ മുമ്പ് പഠിക്കേണ്ട ഒരു കോൺസെപ്റ്റാണ് ഇമ്പീരിയലിസം. അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് ഫ്രം ക്യാപിറ്റലിസം ടു ഇമ്പീരിയലിസം. പ്രീവിയസ് ക്ലാസ്സസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യമായിരിക്കും ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. എന്താണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ? കൂടുതലും ഫാക്ടറീസിലൊക്കെ വർക്ക് ചെയ്തത് ലാബേഴ്സ് ആയിരിക്കും, അതായത് വർക്കേഴ്സ് ആയിരിക്കും ഇതിലൊക്കെ ഫാക്ടറീസിലൊക്കെ വർക്ക് ചെയ്തത്. പക്ഷേങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷനോടുകൂടി മെഷീൻസായി ഫാക്ടറി വർക്കൊക്കെ ചെയ്യേണ്ടത്. 18th സെഞ്ച്വറിക്ക് ആയപ്പോഴാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കൂടുതലും ബിഗിൻ ചെയ്യാൻ തുടങ്ങിയത്. 18th സെഞ്ച്വറിയിൽ ബിഗിൻ ചെയ്ത ഈ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ ഗ്രാജ്വലി സ്പ്രെഡ് ചെയ്തിട്ട് ഇംഗ്ലണ്ടിൽ നിന്ന് മറ്റ് യൂറോപ്യൻ കൺട്രീസിലേക്ക് വരാൻ തുടങ്ങി. ക്യാപിറ്റലിസ്റ്റ്, അതായത് മുതലാളിമാർ ഫാക്ടറീസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും അവരുടെ പ്രൊഡക്ഷൻ കൂട്ടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവരുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. പ്രോഫിറ്റിൻ്റെ ഇൻക്രീസിനെ എയിം ചെയ്തിട്ടുള്ള പ്രൊഡക്ഷൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ്റെയും ക്യാപിറ്റലിസ്റ്റ്, അതായത് മുതലാളിമാരുടെ കൺട്രോളിംഗ് ആയിട്ടുള്ള ഈ ഒരു എക്കണോമിക് സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ വരവോടുകൂടി അവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് മൂലധന നിക്ഷേപണം അവർ എൻഹാൻസ് ചെയ്തു, അതായത് വർദ്ധിപ്പിച്ചു. അങ്ങനെ പല യൂറോപ്യൻ നാഷൻസും അവർക്ക് ആവശ്യമുള്ളതിനേക്കാൾ സാധനങ്ങൾ ഉൽപ്പാദനം ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ വിറ്റഴിക്കാൻ അവരുടെ ഡൊമസ്റ്റിക് മാർക്കറ്റ് മാത്രം മതിയായിരുന്നില്ല. ഡൊമസ്റ്റിക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വിപണി, അത് മാത്രം മതിയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു മാർക്കറ്റ്, പുറത്തുള്ള ഒരു മാർക്കറ്റ് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഈ ഒരു ഓവർ പ്രൊഡക്ഷൻ ഫോഴ്സ് ചെയ്തു. ഇങ്ങനെ മറ്റ് മാർക്കറ്റിന് വേണ്ടിയിട്ടുള്ള സെർച്ച് ഇൻഡസ്ട്രിയലൈസ്ഡിലായിട്ടുള്ള യൂറോപ്യൻ കൺട്രീസിൻ്റെ ഇടയിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാക്കി. യൂറോപ്യൻസിന് ഓൾറെഡി ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ നാഷൻസിൻ്റെ ഒരു ട്രേഡ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അവർ അവരുടെ പൊളിറ്റിക്കൽ പവേഴ്സും മിലിറ്ററി ഫോഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് മറ്റ് നാഷൻസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തു. അങ്ങനെ പിന്നീട് ഈ ഒരു നാഷൻസൊക്കെ യൂറോപ്യൻ കൺട്രീസിൻ്റെ കോളനീസായിട്ട് മാറി. ഈ ഒരു പ്രോസസ്സിനെയാണ് കോളനൈസേഷൻ എന്ന് പറയുന്നത്. പിന്നീട് ഒരുപാട് ട്രേഡ് യൂണിയൻ ഫോം ചെയ്യാൻ തുടങ്ങി. അവർ ക്യാപിറ്റലിസ്റ്റിൻ്റെ ഈ ഒരു എക്സ്പ്ലോയിറ്റേഷനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഈ ഒരു ട്രേഡ് യൂണിയൻ്റെ നിരന്തരമായിട്ടുള്ള ഈ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഫലമായിട്ട് അവർ ലേബേഴ്സിൻ്റെ വേജസ് ഇൻക്രീസ് ചെയ്ത് കൊടുത്തു. അത് ക്യാപിറ്റലിസ്റ്റിൻ്റെ പ്രോഫിറ്റിൽ ഭയങ്കരമായിട്ടുള്ള നഷ്ടം വരുത്താൻ തുടങ്ങി. യൂറോപ്യൻ കൺട്രീസ് ഈ ഒരു കോളനീസിനൊക്കെ അവരുടെ റോ മെറ്റീരിയലിൻ്റെ ഒരു സോഴ്സായിട്ടും അതുപോലെ അവരുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റിൻ്റെ ഒരു മാർക്കറ്റായിട്ടും മാത്രമായിരുന്നു കണ്ടിരുന്നത്. ലേറ്റർ കൊളോണിയൽ മാസ്റ്റേഴ്സ്, അതായത് കൊളോണിയൽ മേധാവികൾ കോളനീസിൽ മൂലധന നിക്ഷേപണം സ്റ്റാർട്ട് ചെയ്തു. ഇതിനെ അവരെ പ്രേരിപ്പിച്ച 3 ഫാക്ടേഴ്സാണ്. ഒന്ന്, ചീപ്പ് ലേബർ, അതായത് കുറഞ്ഞ കൂലി. രണ്ടാമത്തത് റോ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി. മൂന്നാമത്തത് അവിടെ തന്നെ ഈ ഒരു കോളനീസ് തന്നെ മാനുഫാക്ചർ ചെയ്തിട്ട് അവിടെ തന്നെ സെയിൽ ചെയ്യുന്ന ഗുഡ്സിൻ്റെ ലോ കോസ്റ്റ്. ഇതൊക്കെയാണ് കൊളോണിയൽ മാസ്റ്റേഴ്സിന് ഈ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ച കാരണങ്ങൾ. കോളനികളിലേക്കുള്ള മൂലധനത്തിൻ്റെ കയറ്റുമതിയുടെ ഘട്ടത്തിനെയാണ് നമ്മൾ ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. അതായത് ദ ഫ്ലോ ഓഫ് ഫിനാൻസ് ക്യാപിറ്റൽ ടു കോളനീസ് ഈസ് നോൺ ആസ് ഇമ്പീരിയലിസം. ഇമ്പീരിയലിസത്തിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ഫ്യൂച്ചറാണ് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് മേലെ സ്ഥാപിക്കുന്ന എക്കണോമിക്കായിട്ട്, ഈ കൾച്ചറലായിട്ട്, പൊളിറ്റിക്കലായിട്ടുള്ള ആധിപത്യമാണ് ഇതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ഫ്യൂച്ചറായിട്ട് വരുന്നത്. കൊളോണലിസ്റ്റ് അവർ ലീഗൽ സിസ്റ്റം, അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് മെഷർ, പിന്നെ മിലിറ്ററി ഫോഴ്സ്, അതുപോലത്തെ കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടാണ് അവരുടെ ഡോമിനൻസ് ഇമ്പോസ് ചെയ്തത്. അടുത്ത് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു ഇമ്പീരിയലിസം കോളനീസിനെ എഫക്റ്റ് ചെയ്തതാണ്. അവരുടെ
ട്രഡീഷണൽ ആയിട്ടുള്ള ഈ ഒരു കോളനീസിൻ്റെ എക്കണോമിക് സിസ്റ്റത്തിനെ ഡിസ്ട്രോയ് ചെയ്തു. പിന്നെ അവരുടെ അഡ്മിനിസ്ട്രേറ്റീവും ജുഡീഷ്യൽ സിസ്റ്റമൊക്കെ റിപ്ലേസ് ചെയ്തു. പിന്നെ കോളനീസിലുള്ള ആളുകളെ ഫുഡ് ക്രോപ്സ് ഒഴിവാക്കിയിട്ട് ക്യാഷ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്തു. പോവേർട്ടിയും അൺഎംപ്ലോയ്മെൻറ്റും ഇൻക്രീസ് ചെയ്തു. അവരുടെ നാച്ചുറൽ റിസോഴ്സിനെ വൈഡ്ലി എക്സ്പ്ലോയിറ്റ് ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന ഇൻഡിജീനിയസ് ആർട്ടും ലിറ്ററേച്ചറും ലാംഗ്വേജും കൾച്ചറും എഡ്യൂക്കേഷൻ സിസ്റ്റമൊക്കെ ഡിസ്ട്രോയ് ചെയ്തു. കോളനീസിനും അതുപോലെ മാർക്കറ്റിനും വേണ്ടിയിട്ടുള്ള ഈ ഒരു കോമ്പറ്റീഷൻ ഇമ്പീരിയലിസ്റ്റ് നേഷൻസിൻ്റെ ഇടയിൽ ഭയങ്കരമുള്ള വാറിന് കാരണമായി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം.